ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പോകാൻ പോണ ഇസ്കോൺ ടെമ്പിളിലോട്ടാണ്. ഇന്നല്ല, ആക്ച്വലി ഞാൻ ജാനുവരി ഒരു സെക്കൻഡ് വീക്കൊക്കെ ആയപ്പോഴാണ് പോയത്. ഇത് വീഡിയോ ഇടാൻ വൈകിപ്പോയി ഗൈസ്. അപ്പോൾ ബാംഗ്ലൂരുള്ള മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും ബാംഗ്ലൂരിൽ ഇസ്കോൺ ടെമ്പിൾ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ താഴെ എത്തി. ഇപ്പോൾ നേരെ സ്റ്റെപ്പ് കയറി അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. അമ്പലം ഒരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ സ്റ്റെപ്പൊക്കെ കയറിയാണ് അതിൻ്റെ ആ എൻട്രൻസിലോട്ട്. ആക്ച്വലി ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഷോർട്ട് ഡ്രസ്സായിരുന്നു ഇട്ടേച്ചത്. അപ്പോൾ അവരെന്നെ കയറ്റിയില്ല. അപ്പോൾ നമ്മൾ പാൻറ്റ് വാങ്ങാൻ വന്നേക്കാണ്. ഇതാണ് പാൻറ് ഇട്ട നമിത. സോ ഞങ്ങൾ പാൻറ് മേടിച്ചു ഗൈസ്. അപ്പോൾ പാൻറ്റൊക്കെ ഇട്ട് തിരിച്ചു വന്നപ്പോൾ ആ ചേച്ചി തന്നെ അത് തെറ്റി. അവിടെ ഒരു ഫ്രണ്ടിലൊരു പുള്ളിക്കാരി നിൽക്കുന്നുണ്ടായിരുന്നു നോക്കാൻ. അപ്പോൾ പാൻറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ എന്നെ കയറ്റി. അതിന് നേരെ നമ്മൾ വന്ന ചെരുപ്പ് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലെന്നാണ് എന്നോട് ഫോൺ എടുക്കാൻ പാടില്ല. ഫോൺ മലയാളം. ഇംഗ്ലീഷ്. അപ്പോൾ നമ്മളങ്ങനെ ചെരുപ്പൊക്കെ കൊടുത്തു. നേരെ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങ് വിദൂരതയിൽ കാണുന്ന അതാണ് ഇസ്കോൺ ടെമ്പിൾ. ആക്ച്വലി ഇത് ഞാൻ കുറേ നാൾ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ 2024 ജാനുവരിയിലാണ് വരാനൊരു കിട്ടിയത്. ഞാൻ എൻ്റെ ചേച്ചീൻ്റെയും ചേച്ചീൻ്റെ ഫ്രണ്ടിൻ്റെയും കൂടെ ആട്ടോ വന്നേക്കണേ. അമ്പലം മെയിനായിട്ട് ഇത് കൃഷ്ണൻ്റെ അമ്പലമാണ്. ആക്ച്വലി ഇതൊരു അമ്പലമല്ല, ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പോലത്തെ ഒരു പരിപാടിയാണ്. ഇവിടെ മോസ്റ്റ്ലി ഇവർ മറ്റേ കൃഷ്ണൻ്റെ ഒരിത് ആളുകളെയൊക്കെ പഠിപ്പിക്കുന്നു, ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി പോലെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഫുള്ള് വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഈ പുറത്തുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റൂ. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. അകത്ത് കാണാൻ നല്ല രസമാണ്, ഫുള്ളും അടിപൊളിയാണ്. പക്ഷെ അതൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം കുറേ സെക്യൂരിറ്റീസ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറാൻ നേരത്ത് ഇവർ നമുക്ക് ഈ ഒരു കാർഡ് പോലത്തെ സാധനം തരും. അതിൽ കുറേ ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. നമ്മുടെ മലയാളം എഴുതിയിട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഈ ബ്ലോക്ക് പോലൊരു സാധനമാണ്. അതാകുമ്പോൾ എല്ലാവരും മര്യാദയ്ക്ക് ക്യൂ നിൽക്കും. അവിടുത്തെ ദർശനം കഴിഞ്ഞു ഗൈസ്. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ പൊക്കത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. കാട്ടിത്തരാം. അപ്പോൾ ഫ്രണ്ടിലത്തെ അവിടെയാണ് ഞാൻ കയറിയത്. ഇപ്പോൾ പുറകിലത്തെ അതിൻ്റെ ഉള്ളിലാണ് മെയിനായിട്ടുള്ള കൃഷ്ണൻ്റെ ആദ്യം നിൽക്കുന്ന സ്കൾപ്ചർ. പിന്നെ ഒരു ബാലരാമ എന്ന് പറയുന്ന അതിൻ്റെയും ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലേ ഞാൻ എടുത്തേനെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണ് അവരുടെ മറ്റേ ഫൗണ്ടേഷനിലേക്ക് അവർ അത് പണിതത് തൊട്ട് ഇപ്പോൾ അതെങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കണമെന്നുള്ള ഫുള്ളൊരു ഹിസ്റ്ററി പോലെ ഫുള്ളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് ഇത് ഫുള്ളൊരു മ്യൂസിയം പോലെ കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ പിന്നെ കാണുന്നത് ഫുള്ളൊരു മ്യൂസിയം വൈബാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ കാണുന്നതാണ് അവരുടെ ഒരു ലൈഫ് സൈക്കിള്. ഒരു ആദ്യത്തെ കുട്ടി ജനിക്കുന്ന തൊട്ട് വയസ്സായി ഡെഡാവുന്ന വരെയുള്ള ആ ഒരിത് കാണിച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും എനിക്ക് പറഞ്ഞുതരാൻ അങ്ങനെ അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫുള്ള് സ്റ്റോൾസാണ്. ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പ് പോലെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കാം. ഇതൊക്കെ ഈ പൈസ എല്ലാം അവർ മറ്റേ ചാരിറ്റിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മേടിക്കാം. അത് കഴിഞ്ഞ് ഇതും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് സ്വീറ്റ്സൊക്കെ കാണാം. അതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഫുള്ള് ഇങ്ങനെ സ്നാക്സ് ഐറ്റംസ്, സ്വീറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമ്മളൊരു ബേക്കറി വന്നൊരു ഫീലാണ്.
അവിടെ നിന്ന് ഒരു റസ്മലൈ വാങ്ങി. മമ്മ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് വേറെ കുറേ എക്സ്പ്രഷൻസ് ഒക്കെ കാണാം അവളുടെ മുഖത്ത്. അപ്പം എങ്ങനെയുണ്ട് ഡിഫറെൻ്റായിട്ട് തോന്നിയോ? അമ്പലം കാണാൻ നല്ല രസമാണ്. ഉള്ളിൽ ഫുള്ള് ഗോൾഡൻ. അവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ പ്രൊഹിബിറ്റാണ്. അവിടെ എടുക്കാൻ പറ്റും. നമ്മൾ പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങി ഇപ്പം നമ്മൾ മാത്രം അമ്പലത്തിൽ അല്ലേ? അത് കഴിഞ്ഞ് നേരെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്വിമ്മിങ് പൂൾ പോലത്തെ ഒരു സംഭവം കണ്ടു. എന്താ എന്തിനുള്ളതെന്നൊന്നും എനിക്കറിയില്ല. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ നടുക്ക് കൂടെ ഒരു റോഡാണ്. പിന്നെ ഇപ്പുറത്ത് കാണുന്ന ഫുള്ള് അമ്പലത്തിൻ്റെ ഏരിയയാണ്. പിന്നെ ഇവിടെ നമ്മൾ നേരെ ചെരുപ്പെടുക്കാൻ വേണ്ടി നമ്മൾ വന്ന വഴിയിലോട്ട് നമ്മൾ പോകാൻ നേരത്താണ് ഇങ്ങനെ സൈഡിൽ എന്തോ പ്രസാദം പോലത്തെ എന്തോ സംഭവം കൊടുക്കുന്നുണ്ട്. ഞാനത് കഴിച്ചില്ല. മമ്മൊക്കെ വാങ്ങിയിട്ടോ. അതെന്തോ പൊങ്കൽ പോലത്തെ എന്തോ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി. അമ്പലത്തിലൊക്കെ കയറി കഴിച്ച് അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി. അമ്പലം കൊള്ളാൻ കുഴപ്പമില്ല. കഴിഞ്ഞിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നേക്കാണ്. ഞാനൊരു പ്ലെയിൻ ദോശ, അവരുണ്ട് ഒരു മസാല ദോശ പറഞ്ഞു, പിന്നെ കാപ്പി. അപ്പം അതും കൂടി കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.